ബിഗ് ബോസ് സീസൺ 7-ൻ്റെ ഏറ്റവും ആകാംക്ഷാഭരിതമായ ഒരു എപ്പിസോഡാണ് ഇന്ന് വരുന്നത്. അറവുശാലയിലേക്ക് നെവിനെ അയക്കുമോ അതോ 99-ാമത്തെ ദിവസം അറക്കാൻ നിർത്തിയിരിക്കുകയാണോ എന്ന് നമുക്ക് ഇന്നറിയാം. കാരണം ഇത്രയും നാളും നെവിനെ ഇങ്ങനെ ആക്കി തീർത്തത് ബിഗ് ബോസും ലാലേട്ടനും കൂടെ തന്നെയാണ്. നെവിൻ എന്തെല്ലാം കാണിച്ചാലും ശരി, ഒരക്ഷരം പോലും ഒരാഴ്ചയിലും ലാലേട്ടൻ ആ വിഷയം സംസാരിക്കുകയോ ആ പ്രശ്നം വന്ന എപ്പിസോഡോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലിപ്പിങ്സോ കാണിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും അനു, ഷാനവാസ്, അനീഷ് ഇവർക്കെതിരെ നാവ് ഉയർത്തുന്ന ലാലേട്ടൻ ഒരിക്കൽ പോലും ആര്യൻ, അക്ബർ, നെവിൻ ഇവർക്കെതിരെ നാക്ക് ഉയർത്തുന്നതായിട്ട് കണ്ടിട്ടില്ല. ഒരു പക്ഷേ നെവിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇത്രയും നെഗറ്റീവാക്കി പുറത്ത് എക്സ്പോസ് ചെയ്തത് ബിഗ് ബോസ് തന്നെയാണെന്ന് വേണം പറയാൻ. പിന്നെ അതുകൂടാതെ ആര്യനും അക്ബറും, നെവിൻ എപ്പോഴെങ്കിലും പട്ടായ ഗേൾസ് എന്ന് വിളിക്കുന്ന ഈ പെൺകുട്ടികൾക്കൊപ്പം മിങ്കിൾ ചെയ്ത് അവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴൊക്കെ അതിൽ നിന്ന് ആര്യനും അക്ബറും കൂടെ നെവിനെ കൺവെർട്ട് ചെയ്യിച്ച് അവർക്കെതിരായിട്ട് തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് നെഗറ്റീവായിട്ടാണ് പുറത്ത് പോകുന്നതെന്ന് മനസ്സിലാക്കാണ്ടാണ് ഈ നെവിൻ ഇതുവരെയും കളിച്ചുകൊണ്ടിരുന്നത്. നെവിൻ ചിന്തിച്ച് ഇതെല്ലാം പോസിറ്റീവായിട്ട് മാറുമെന്നാണ്. പക്ഷേ അവിടെയാണ് നെവിന് തെറ്റ് പറ്റിയത്. നെവിൻ ഈ കാണുന്ന അത്രയും മോശമായൊരു വ്യക്തിയാണോ എന്ന് നമുക്കറിഞ്ഞുകൊണ്ട് പിന്നെ നമുക്കത് പറയാനും പറ്റത്തില്ല. കാരണം ഇത്രയും അഗ്രഷൻ കാണിക്കുന്ന ഒരാൾ ഈ 80 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് പുറത്തെ ലോകത്ത് ഇത് കാണും എന്നുള്ളത് പല സമയം മറന്നു പോകും. അവരുടെ യഥാർത്ഥമായ ഒരു ക്യാരക്ടറായിരിക്കും പുറത്ത് വരുന്നത്. അങ്ങനെ നോക്കുമ്പം ഒരു പക്ഷേ നെവിൻ്റെ ക്യാരക്ടർ ഇത് തന്നെയായിരിക്കാം. ആണെങ്കിൽ വളരെ മോശം. ഇനിയെങ്കിലും അത് മാറ്റണം. നെവിൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ വീഡിയോകളൊക്കെ കാണുമ്പം എങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലോട്ട് നെവിൻ പതിപ്പിച്ചിരിക്കുന്ന ഒരു പിക്ചറൊന്ന് മനസ്സിലാകും. ചിലപ്പോൾ അത് നെവിൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് ഇപ്പോൾ കാണിക്കുന്നതെങ്കിൽ മാറ്റാനും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നെവിൻ ഒരുപാട് ദോഷം ചെയ്യും. കാരണം ഒരു കല്യാണം ആലോചിച്ച് എന്നാൽ പോലും ഒരു പെണ്ണോ അല്ലെ പെണ്ണിൻ്റെ വീട്ടുകാരോ പോലും ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറിനെ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇന്നും നാളെയുള്ള എപ്പിസോഡ് നമുക്ക് കണ്ടതിന് ശേഷം ബാക്കി അപ്ഡേഷനുമായിട്ട് വരാം.